സർ, ഇന്ന് മാർച്ച് 8 ലോക വനിതാ ദിനം. അപ്പൊ നമുക്ക് സംഭാവനകൾ പല മേഖലകളിൽ തന്ന ഒരുപാട് ധീര വനിതകളുണ്ട്. അപ്പൊ അവരെയൊക്കെ നമുക്ക് നോർത്താലോ? ഞാൻ ഒരാളുടെ പേര് പറയാം, അത് കഴിഞ്ഞിട്ട് മിസ് ഒരാളുടെ പേര് പറയാം. എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ വനിതയെ തന്നെയാണ്, ദ്രൗപദി മുർമു. ഇന്ത്യയുടെ 2ാമത്തെ വനിതാ രാഷ്ട്രപതി കൂടിയാണ് ദ്രൗപദി മുർമു. എനിക്ക് ഓർമ്മ വരുന്നത് സുനിത വില്യംസ് ആണ്. നാസയുടെ ബഹിരാകാശ സഞ്ചാരിയാണ്, ഇന്ത്യൻ വംശജയാണ്, ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ നടന്ന വനിത കൂടിയാണ്. എനിക്ക് പറയാനുള്ളത് ഹർമൻപ്രീത് കൗറിനെ കുറിച്ചാണ്. വർഷങ്ങളായുള്ള വനിതാ ലോകകപ്പ് കിരീടം വനിതകൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അത് 2025 നേടിത്തന്ന വനിതാ ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് കൗർ. സാറ് സ്പോർട്സ് പഠിച്ചുകൊണ്ട് ഞാൻ ഒരു സ്പോർട്സ് താരത്തെ പറയാം, സൈന നെഹ്വാൾ. അപ്പോ ഇന്ത്യക്ക് ഒളിമ്പിക്സിലെ ബാഡ്മിന്റൺ മെഡൽ നേടിത്തന്ന, ബാഡ്മിന്റണിൽ ഒരു മെഡൽ ആദ്യമായി നേടിത്തന്ന വനിതയാണ് സൈന നെഹ്വാൾ. ഇന്ത്യയുടെ അയൺ ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്ന ബാഡ്മിന്റൺ താരം കൂടിയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന PT ഉഷയെ കുറിച്ചാണ്. അതായത് ഇന്ത്യയില് ഒളിമ്പിക്സിൽ ആദ്യമായി ഒളിമ്പിക്സ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് PT ഉഷ എന്നത്. അപ്പൊ ഒളിമ്പിക്സ് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടിയ മനു ഭാക്കറിനെ നമുക്ക് ഓർക്കാം. അപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത 2 പ്രധാനപ്പെട്ട വനിതകളാണ് വ്യോമിക സിംഗും സോഫിയ ഖുറേഷിയും. ഇനി നമുക്ക് ഓർക്കേണ്ട മറ്റൊരു വനിതയുണ്ട്, മക്സസെ പുരസ്കാരം നേടിയ വനിത. അധികം ആർക്കും അറിയാത്ത സഫീന ഹുസൈൻ. അതായത് നമ്മുടെ എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി എന്നൊരു സംഘടന, റമൺ മക്സസെ പുരസ്കാരം കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. അത് പിന്നോക്ക ഗ്രാമങ്ങളിലുള്ള വനിതകളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അതിന്റെ സ്ഥാപകയാണ് ഈ പറയുന്ന സഫീന ഹുസൈൻ എന്നത്. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞ തീരത്തില്ല അല്ലെ, അത്രയ്ക്ക് വനിതകളുണ്ട്, ഒരുപാട്. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓരോ വനിതകളെയും അവരുടെ പ്രത്യേകതയും ഒന്ന് കമന്റ് ചെയ്യും. നമുക്ക് നോക്കാം ആരൊക്കെയാണ് PSCയുമായിട്ട് ബന്ധപ്പെട്ടതായിക്കോട്ടെ, ഇന്ത്യയുടെ, കേരളത്തിന്റെ, ലോകത്തിന്റെ ഒക്കെ അഭിമാനമായിട്ടുള്ള വനിതകളെ കുറിച്ച് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ മാർച്ച് 8 ലോക വനിതാ ദിനത്തില് എല്ലാ PSCയുടെ വനിതാ ദിന ആശംസകൾ.